യാ നൈൻ ഫ്രാഗൻ. എന്താണ് യാ നൈൻ ഫ്രാഗൻ എന്ന് പറഞ്ഞാൽ? ഈ ചോദ്യങ്ങൾ ഒന്നുകിൽ യാ അല്ലെങ്കിൽ നൈൻ എന്നു മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ. ഈ ചോദ്യങ്ങൾക്ക് മറ്റു ചോദ്യവാക്കുകളായ വി, വാസ്, വാറും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. യാ നൈൻ ഫ്രാഗനെ ഡിസിഷൻ ക്വസ്റ്റ്യൻസ് എന്നും വിളിക്കാറുണ്ട്. കാരണം ഈ ചോദ്യങ്ങൾക്ക് അതെ എന്നോ അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരം തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ആപ്പിൾ ഇഷ്ടമാണോ? മാർക്സ് ദു ആപ്പിൾ? ഇതിൻ്റെ ഉത്തരം യാ എന്നോ നൈൻ എന്നോ ആയിരിക്കാം. നമുക്ക് ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. അതിനാലാണ് ഇതിന് ഡിസിഷൻ മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. യാ നൈൻ ഫ്രാഗൻ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ട്രിങ്ക്സ് ദു കഫേ? അതിൻ്റെ ഉത്തരം വരുന്നത് യാ, ഇഷ് ട്രിങ്കെ കഫേ. അല്ലെങ്കിൽ നൈൻ, ഇഷ് ട്രിങ്കെ കൈനൻ കഫേ. അടുത്ത ചോദ്യം, കൻസി ലേസൺ? യാ, സി കൻ ലേസൺ. അല്ലെങ്കിൽ നൈൻ, സി കൻ നിഷ്ട് ലേസൺ. യാ നൈൻ ഫ്രാഗൻ ഇതിനെ പോസിറ്റീവ്, നെഗറ്റീവ് ആയി രണ്ട് തരത്തിലുണ്ട്. എന്താണിത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. യാ നൈൻ ചോദ്യങ്ങളിൽ നെഗേഷൻസ് എന്ന് പറഞ്ഞാൽ നിഷ്ട് അല്ലെങ്കിൽ നൈൻ എന്ന് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ചോദ്യമാണ്. പോസിറ്റീവ് ചോദ്യങ്ങളിൽ അത് ഉണ്ടാകില്ല. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. പോസിറ്റീവ് ഫ്രാഗൻ. കോchst du jeden Tag? Kannst du Deutsch? ഇതിൽ നിഷ്ട് ഉൾപ്പെട്ടിട്ടില്ല. നമുക്ക് നെഗറ്റീവ് ഫ്രാഗൻ നോക്കാം. കോchst du nicht jeden Tag? Studierst du nicht? ഇതിൽ നിഷ്ടിൻ്റെ പൊസിഷൻ എവിടെ വരണമെന്ന് നമ്മൾ എന്താണോ നെഗറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വാക്കിന് മുന്നിൽ വേണം വെക്കാൻ. ഇവിടെ കോchst du nicht jeden Tag എന്ന ചോദ്യത്തിൽ jeden Tag എന്നതിന് മുമ്പിലാണ് വെച്ചിരിക്കുന്നത്. അതിനർത്ഥം jeden Tag എന്നതിനെയാണ് ഇവിടെ നെഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് യാ അല്ലെങ്കിൽ നൈൻ എന്ന് ഉത്തരം നൽകാൻ കഴിയും. യാ എന്നാണ് ഉത്തരമെങ്കിൽ നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് വിപരീതമായാണ് നമ്മൾ ഉത്തരം നൽകുന്നത്. കോchst du jeden Tag? യാ, ich koche jeden Tag. അല്ലെങ്കിൽ നൈൻ, ich koche nicht jeden Tag. Studierst du? യാ, ich studiere. അല്ലെങ്കിൽ നൈൻ, ich studiere nicht. നെഗറ്റീവ് ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകിൽ നൈൻ വെച്ചോ അല്ലെങ്കിൽ ഡോഹ് വെച്ചോ ഉത്തരം നൽകാം. ഡോഹ് എന്നത് നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് വിപരീതമായാണ് നമ്മൾ ഉത്തരം നൽകുന്നത്. അതായത് നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് നമ്മൾ സമ്മതിക്കുന്നില്ല എന്നർത്ഥം. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. കോchst du nicht jeden Tag? Nein, ich koche nicht jeden Tag. വിപരീത ഉത്തരമാണെങ്കിൽ doch, ich koche jeden Tag. Studierst du nicht? Nein, ich studiere nicht. വിപരീത ഉത്തരമാണെങ്കിൽ doch, ich studiere. ഇനി യാ നൈൻ ഫ്രാഗയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യാ നൈൻ ഫ്രാഗയിൽ എപ്പോഴും വെർബിൻ്റെ പൊസിഷൻ ആദ്യം ഫസ്റ്റ് ആണ് വരുന്നത്. പക്ഷേ ഉത്തരം പറയുമ്പോൾ വെർബിൻ്റെ പൊസിഷൻ രണ്ടാമതായാണ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റലായി വേണം എഴുതാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.